പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷം ഉള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ ആ എപ്പിസോഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം. വൈത്തിരി വില്ലേജ്, നമുക്കറിയാം വയനാട്ടിലെ 5 സ്റ്റാർ റിസോർട്ടുകൾ ആദ്യത്തെ 5 സ്റ്റാർ റിസോർട്ടാണ് വൈത്തിരി വില്ലേജിലത്. അവിടെ വെച്ച് നടന്ന കേരള വ്യാപാരി വ്യവസായ യൂത്ത് വിങ്ങിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആ ക്യാമ്പിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. കേരളത്തിലെ വ്യാപാരി പ്രസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ അമരക്കാരൻ രാജു അഫ്സര സാറ്, അതുപോലെ തന്നെ നല്ല അതിമനോഹരമായ ക്ലാസ് നമുക്ക് ക്യാമ്പംഗങ്ങൾക്ക് എടുത്തുന്ന ദേവസി മെച്ചേരി സാറ്, അതുപോലെ തന്നെ കോഴിക്കോടിന്റെ നായകൻ ബാപ്പുവാജിക്ക് അടക്കമുള്ള പ്രമുഖർ അണിനിരന്ന ഒരു പ്രൗഢഗംഭീര സദസ്സോടുകൂടിയാണ് ആ ക്യാമ്പ് ആരംഭിച്ചത്. ആ ക്യാമ്പിന്റെ നായകൻ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ തന്നെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള, ഞങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ബിൽഡപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ ചാലക ശക്തിയായിട്ടുള്ള പ്രിയപ്പെട്ട സലീം ഖാൻ. ഇവിടെ ആദരിക്കൽ ചടങ്ങും അതുപോലെ തന്നെ എന്താ പറയാ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ്. പലപ്പോഴും ക്യാമ്പുകളിൽ നിന്നൊക്കെ പറയുമ്പോൾ വിരസതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊരു വിരസതയുമില്ലാതെ ഫുൾ ലോഡ് എനർജിയുമായിരുന്ന ഒരു ക്യാമ്പായിരുന്നു. ഭക്ഷണം മനസ്സും വയറും നിറയുന്ന രൂപത്തിലുള്ള ഭക്ഷണവും, അത് പറയാൻ പറ്റില്ല, അത്രയും പിന്നെ ഭക്ഷണത്തിന്റെ വെറൈറ്റി തന്നെയായിരുന്നു അവിടെ 3 നേരവും ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തുകൊണ്ടും മനസ്സ് നിറച്ച് വയറും നിറച്ച് ക്യാമ്പംഗങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക സന്തോഷത്തിന്റെ പൂമഴ അത് നേരിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഭക്ഷണമാണ്. ഇപ്പൊ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പഠന ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന സങ്കല്പത്തിന് അപ്പുറത്തായിരുന്നു സ്കില്ലപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിന്റെ പേര് അതായിരുന്നു, സ്കില്ലപ്പ്. വൈത്തിരി വില്ലേജ് ചൂസ് ചെയ്യുന്നത് തന്നെ വയനാടിന്റെ പ്രകൃതി ദുരന്തം വയനാടിനെ ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു ആഘാതമുണ്ട്. വയനാട് തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അതിനൊരു കൈത്താങ് തന്നെയായിരുന്നു ഈ സ്കില്ലപ്പ് ക്യാമ്പ്. ഇവിടെ ഇതാ നല്ല മഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞു തണുപ്പൊക്കെയുള്ള സമയത്താണ് ഈ ചൂട് വെള്ളപ്പവും അതുപോലെ തന്നെ നല്ല ചൂടുള്ള സൗഹൃദവും കുളിരുള്ള സ്നേഹവും ഒക്കെ പകർന്നുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നെത്തിയവർ ഒരേ മനസ്സോടെ ഒരൊറ്റ ചിന്തയുമായി അവിടെ ഒരുമിച്ച് കൂടുന്നത്. രാത്രിയായപ്പോൾ അവിടെ നല്ല സംഗീത വിരുന്നുണ്ടായിരുന്നു. ഒരു എന്താ പറയാ ഭാര്യയും ഭർത്താക്കന്മാരും അവിടെ വന്നു. അവർ ശരിക്കും പറയാച്ച മണിക്കൂറുകൾ അവിടെ സംഗീതത്തിന്റെ ഒരു എന്താ പറയാ വാക്കുകൾക്ക് അതീതമായി സംഗീതത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെ തീർക്കുകയായിരുന്നു. അവിടെ എല്ലാം മറന്നു, ബിസിനസിന്റെ എല്ലാ ഡ്രസ്സും മറന്നുകൊണ്ട് എല്ലാവരും ആടിപ്പാടി. സത്യം പറഞ്ഞാൽ ഞാൻ ആ ക്യാമ്പിൽ എത്തുന്ന സമയത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ നിന്നാണ് നേരിട്ട് ക്യാമ്പിൽ പോകണമെന്ന് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞാണ്. എങ്ങനെയായാലും എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എങ്ങനെയായാലും സ്ട്രെച്ചറിലായാലും ഞാൻ അവിടെ എത്തി എനിക്ക് മതിയാവുള്ളൂ. ഞാൻ മരുന്നൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. എൻ്റെ കൂട്ടുകാരൻ ജിനു പറഞ്ഞത് തൊട്ട് ആ മരുന്നൊന്നും വേണ്ട, ഈ ക്യാമ്പ് മതിയായിരുന്നു നിന്റെ രോഗം മാറാൻ. സത്യ പിന്നീട് ഞാനില്ലാതായി ആ ക്യാമ്പിൽ ലയിച്ചു മാറുന്നൊരവസ്ഥ. ആ പാട്ട് അവിടെ തുടങ്ങിയപ്പോൾ ഞാൻ അപ്പുറം ഗെയിമിലായിരുന്നു. ഗെയിം വൈൻഡപ്പ് ചെയ്ത് ഇവിടെ വരുന്ന സമയത്ത് ഭക്ഷണമുണ്ട്. പക്ഷേ എനിക്ക് ഭക്ഷണത്തെക്കാളും എൻ്റെ ഭക്ഷണം കഴിക്കാൻ ഒന്നാമത്തത് പിന്നെ ഈ അസുഖവും കാര്യങ്ങളും മരുന്ന് കഴിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ഭക്ഷണത്തിന് കുറച്ച് ലിമിറ്റ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ സംഗീത നിശ ആസ്വദിക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്നു. കുറച്ച് നേരം സത്യം പറയാനായിട്ട് എനിക്ക് സ്റ്റില്ലായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൂ. നാട്ടിലായാലും അങ്ങനെ തന്നെ ഗാനമേളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി മസിലൊക്കെ ഒഴിവാക്കി അതിൻ്റെ കൂടെ നിന്ന് അടിച്ചു പൊളിക്കുക. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തീർക്കാനുള്ളതാണ്. അല്ലാതെ ടെൻഷൻ അടിച്ച് അകാല വാർദ്ധക്യം പ്രാപിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഞാൻ അങ്ങനെ എൻ്റെ പോളിസി അതാണ്. ഈ ക്യാമ്പും അതാണ്. ഞാനാണ് ഈ ഡാൻസ് കളിക്കുന്നത്. എന്തൊക്കെ സ്റ്റെപ്പാണ് ഞാൻ ഇടുന്നത് എനിക്കെന്നെ അറിയില്ല. എൻ്റെ കൂട്ടുകാരനാണ് ഈ ഒരു ദൃശ്യം പകർത്തിയത്. കാരണം ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയായിരുന്നു. അവിടെ നേതാവോ അണിയോ ഒന്നുമില്ല. എല്ലാവരും ഈ ക്യാമ്പിലെ ഒരു കുടുംബാംഗമായിരുന്നു. അങ്ങനെ സന്തോഷം എന്താ പറയാ നിറഞ്ഞ ഒരു ക്യാമ്പ്. ഇതോടുകൂടി തന്നെ എൻ്റെ അസുഖം ഏകദേശം മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മെഡിസിൻ യൂസ് ചെയ്തിട്ടില്ല. എന്തിനു യൂസ് ചെയ്യാണ്? ഞാൻ അവിടെ മനസ്സിലാക്കി ഇത്തരം ക്യാമ്പുകളാണ് ഏറ്റവും നല്ല മരുന്ന്. പ്രത്യേകിച്ച് അതിൻ്റെ പിന്നിൽ നമ്മളൊക്കെ ഈ ക്യാമ്പിന്റെ വിജയമൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എഫേർട്ട് എടുക്കുന്ന കുറേ പേരുണ്ട്. പിറ്റേ ദിവസം അവിടെ റിയാസ് മിനിസ്റ്റർ എത്തി. റിയാസ് മിനിസ്റ്റർ ആ ക്യാമ്പിന്റെ അച്ചടക്കവും ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ ഞങ്ങളെ സലീംക്ക, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന വ്യക്തിത്വമല്ല സലീംക്കയുടേത്.
സലീം ഖാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരുവാണോ ജ്യേഷ്ഠനോ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ മാത്രം അറിയുന്ന, ചെറുപ്പം വലുപ്പമൊന്നുമില്ലാതെ എല്ലാവർക്കും അവരെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട സലീം ഖാൻ, കൽപ്പറ്റയുടെ പ്രിയപ്പെട്ട MLA ടി സിദ്ദീഖ, അതുപോലെ ഒരുപാട് പേര് പിറ്റേ ദിവസ പരിപാടിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ഡയലോഗ് മൊബൈൽസിന്റെ പ്രിയപ്പെട്ട ഷംസുക്കാക്ക് റിയാസ്ക യൂത്ത് ഐക്കൺ അവാർഡ് സമ്മാനിച്ചപ്പോൾ ഷംസുക്കയുടെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ആ ഒരു കണ്ണുനീരക്ക, സന്തോഷ കണ്ണുനീരക്ക, ശരിക്കും പറയാച്ച വൈകാരിക മുഹൂർത്തങ്ങളായിരുന്നു ആ ക്യാമ്പിൽ സമ്മാനിച്ചത്. ഒരുപാട് പ്രമുഖരായിരുന്നു ആ അവാർഡ് ചടങ്ങിന് സാക്ഷിയാവാൻ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഇങ്ങനെ വിരിയുന്ന ഒരു ക്യാമ്പ്. ഒരുപാട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം 15 വയസ്സ് മുതൽ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അമാര സിംസിന്റെ എല്ലാമായിട്ടുള്ള ഷംസുക്ക, ഡയലോഗ് മൊബൈൽസിന്റെ ഷംസുഖാനെ പരിചയപ്പെടുത്തുന്ന ആ സീനൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന് മകന്റെ വിജയത്തിൽ ആനന്ദാശ്രയിക്കുന്ന ഒരു ഉമ്മ, ആ ഒരു നന്മ നിറഞ്ഞ, അല്ലെങ്കിൽ എന്താ പറയുക, ആരുടെ മനസ്സിലും സ്നേഹത്തിന്റെ ഒരുപാട് നല്ല പൂക്കൾ വിടരുന്ന ഒരു സന്ദർഭം. ഇവിടെ ഗെയിം ഷോ നടക്കുകയായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു സന്തോഷത്തിന്റെ സാഹ്യാനം സമ്മാനിച്ചുകൊണ്ടായിരുന്നു ഗെയിം ഷോ. ആവേശജനമായ ഗെയിം ഷോയിൽ വിജയിയൊക്കെ എടുത്തുയർത്തി എല്ലാവരും ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ആ ഒരു ഗെയിം ഷോ വളരെ എന്താ പറയാ, എല്ലാവരും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുത്തു. അവർക്കെല്ലാം നല്ല സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗെയിം ഷോയിൽ. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരും കച്ചവടക്കാരാണ്, യുവ വ്യാപാരികളാണ്. പക്ഷേ ആ 2 ദിവസം കച്ചവടക്കാരും യുവ വ്യാപാരികളൊന്നുമല്ല, മറിച്ച് ഒരു കോളേജിൽ നിന്ന് ഒരു പഠന ക്ലാസ്സിന് വന്നതുപോലെ ചെറുപ്പമായി, ചെറുപ്പക്കാർ ഒന്നും കൂടി ചെറുപ്പമായി, അങ്ങനെ എല്ലാവരും ചെറുപ്പമാക്കി പറ്റിയ ഒരു മനോഹരമായ ക്യാമ്പായിരുന്നു ഈ 2 ദിവസം നടന്നത്.